രണ്ടാമതും അമ്മയാകാൻ ഒരുങ്ങുകയാണ് നടി ഷംന കാസിം. താൻ ഗർഭിണിയാണെന്ന വിവരം ഈയടുത്താണ് നടി പങ്കുവച്ചത്. ഭർത്താവ് ഷാനിദ് ആസിഫ് അലിക്കും മകനുമൊപ്പം ദുബായിയിൽ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഷംന. അഭിനയത്തിലും നൃത്തത്തിലും ഇപ്പോഴും സജീവമാണ്. ഭർത്താവ് തനിക്ക് സമ്മാനം നൽകിയതിൻ്റെ സന്തോഷമാണിപ്പോൾ ഷംന കാസിം പങ്കുവച്ചത്. ഐഫോൺ 17 പ്രോ ആണ് ഷംനയ്ക്ക് ഭർത്താവ് സമ്മാനിച്ചത്. എനിക്കും കിട്ടി, താങ്ക് യു ഇക്ക എന്നാണ് ഷംന വീഡിയോയ്ക്കൊപ്പം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. ഭർത്താവ് സമ്മാനങ്ങൾ നൽകാറുണ്ടെങ്കിലും സാമ്പത്തികമായി ഭർത്താവിനെ ആശ്രയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഷംന കാസിം. ഒരിക്കൽ ഇതേക്കുറിച്ച് നടി സംസാരിച്ചിട്ടുണ്ട്. ഭർത്താവിനെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുക ഒരു പെണ്ണിന് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പോലും എൻ്റെ ഭർത്താവിനോട് എനിക്കത് വാങ്ങിത്തരണമെന്ന് ഞാൻ പറയാറില്ല. എന്തുകൊണ്ട് എന്നോട് ചോദിച്ചു കൂടെന്ന് ചിലപ്പോൾ അദ്ദേഹം ചോദിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിനറിയാം, എൻ്റെ അമ്മയെപ്പോലെ അതേ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവിനെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ വിവാഹം ചെയ്ത് ദുബായിലേക്ക് പോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ ഞാൻ വളരെ നല്ല ഒരു വ്യക്തിക്കൊപ്പം എത്തി എന്നും ഷംന കാസിം അന്ന് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിൻ്റെ പിന്തുണ കൊണ്ടാണ് ഞാൻ സിനിമാ രംഗത്ത് വന്നത്. വിവാഹം എന്ന് പറയുമ്പോൾ എപ്പോഴും ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. ഒരുപാട് പേർ ഡിവോഴ്സ് ആകും. ഇൻഡസ്ട്രിയിലെ ഒരുപാട് പേർ ഡിവോഴ്സ് ആയിട്ടുമുണ്ട്. എപ്പോഴും പ്രശ്നമാകുന്നത് വർക്കാണ്. സിനിമ വിടാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അത് മനസ്സിലാക്കുന്ന ഭർത്താവാണ് തനിക്കെന്നും അന്ന് ഷംന പറഞ്ഞിരുന്നു. നേരത്തെ ഷംനയെക്കുറിച്ച് ഭർത്താവ് പങ്കുവച്ച പോസ്റ്റ് അഭ്യൂഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 45 ദിവസങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ദിവസങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ നിശബ്ദത, ഓർമ്മകളിൽ കഴിച്ചുകൂട്ടിയ രാത്രികൾ, പ്രാർത്ഥനകളിൽ കരഞ്ഞുകഴിഞ്ഞ പുലരികൾ. ഈ 45 ദിവസങ്ങൾ എന്നെ പഠിപ്പിച്ചു, സ്നേഹമെന്നത് എത്ര വലിയൊരു ശക്തിയാണെന്ന്. ജീവിതത്തിലെ യഥാർത്ഥ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടാകുന്നവർ തന്നെയാണ്. ഇന്നിവിടെ എൻ്റെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹം, എൻ്റെ ഭാര്യ വീണ്ടും എൻ്റെ അരികിൽ. നീണ്ട കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഈ പുനർമിലനം സന്തോഷത്തിൻ്റെ കണ്ണുനീർ മാത്രമാണ്. ഒരേ സ്വപ്നങ്ങളും ഒരേ പ്രാർത്ഥനകളോടെ എന്നാണ് ഷാനിദ് അന്ന് കുറിച്ചത്. അഭ്യൂഹങ്ങൾ വന്നതോടെ ഇദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു.